പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന BJP CPM ഡീലിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ BJP CPM ഡീലല്ല കേരളത്തിലുള്ളത്, BJP കോൺഗ്രസ് ഡീലാണ്. കോൺഗ്രസിൻ്റെ ജനിതക ഘടനയിൽ തന്നെ സംഘപരിവാറും അവർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ചരിത്രപരമായി തന്നെ ബന്ധമുണ്ട്. ഹിന്ദു മഹാസഭയ്ക്ക് ജന്മം കൊടുത്ത് അതിനെ അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ച മദൻ മോഹൻ മാളവ്യ കോൺഗ്രസിൻ്റെ കൂടി പ്രസിഡന്റായിരുന്നു എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇന്ത്യയിൽ ഭൂരിപക്ഷ ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയതയെക്കുറിച്ചുള്ള പ്രത്യയശാസ്ത്ര വിചാരം മുന്നോട്ട് വെച്ചത് സവർക്കറാണെങ്കിൽ ആ സവർക്കറിസത്തിൻ്റെ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെതായ പ്രത്യയശാസ്ത്രം എല്ലാ തലങ്ങളിലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിലെ സവർണ ഹിന്ദു നേതാക്കളായിരുന്നു. മദൻ മോഹൻ മാളവിയെപ്പോലുള്ള പഴയ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ജനിതകമായി തന്നെ RSSൻ്റെ ഹിന്ദു രാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ജന്മസ്വഭാവമാണ് ഹിന്ദുത്വവുമായുള്ള ബാന്ധവം. ഈ കേരളത്തിൽ ഇപ്പോൾ VD സതീശനെ പോലുള്ള നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി RSSുമായിട്ട് ഡീലുണ്ട് എന്നാണ്. ഡീലുകളുടെ കഥ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. 1960 വിമോചന സമരത്തിന് ശേഷം പട്ടാമ്പിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സഖാവ് EMS ആയിരുന്നു. EMSനെ തോൽപ്പിക്കാൻ വേണ്ടി എന്താണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പോലും ആലോചിച്ച് എടുത്ത നിലപാട് RSS ജനസംഘവുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നുള്ളതാണ്. പട്ടാമ്പിയിൽ 1960 EMSനെതിരായിട്ട് നോമിനേഷൻ കൊടുത്ത ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു. എന്തിനാ പിൻവലിപ്പിച്ചത്? EMS വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകരുത്, ഭിന്നിച്ചു പോകരുത്. അതൊന്നിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയെ, ആധുനിക കേരളത്തിന് അടിത്തറയിട്ട ആ മഹാവ്യക്തിത്വത്തെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ തോൽപ്പിക്കാനും അതിനുവേണ്ടി RSS ജനസംഘവുമായിട്ട് ആദ്യത്തെ ഡീലുണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ പിന്തുടർച്ചക്കാരനാണ് VD സതീശൻ. ഇന്ന് മാത്രമല്ലല്ലോ RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവായ RSS മേധാവിയായിരുന്ന ഗോൾവാൾക്കറുടെ ഛായാചിത്രത്തിന് മുമ്പിൽ നിന്ന് വിളക്ക് കൊളുത്തി തല കുനിഞ്ഞ് ആദരം അർപ്പിച്ച ആളാണ് ഈ VD സതീശൻ. ഗാന്ധിയെ കൊന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രകാരനാണ് മിസ്റ്റർ ഗോൾവാൾക്കർ. മുസ്ലിം വിരുദ്ധമായ ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങൾക്കും ഭാഷാദേശീയതകൾക്കുമെതിരായിട്ട് ഫാസിസ്റ്റ് ആശയ നിലപാടുകളിൽ നിന്നുകൊണ്ട് വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള സാംസ്കാരിക ദേശീയതയുടെ ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ ആചാര്യനാണ് ഗോൾവാൾക്കർ. ആ ആചാര്യനായ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തലകുനിച്ച് നിന്ന, ഗോൾവാൾക്കറുടെ ജന്മദിന വാർഷികത്തിൽ ശാഖയിൽ പോയി തലകുനിച്ച് നിന്ന ആളാണ് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് RSSും പിണറായി വിജയനുമായിട്ട് ബന്ധമാണ്, RSSും ഇടതുപക്ഷവുമായിട്ട് ഡീലാണ് എന്ന്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? ഇടതുപക്ഷം 3ാം തവണയും അധികാരത്തിൽ വരും. കേരളത്തിലെ ജനങ്ങൾ വികസനത്തെയും ക്ഷേമത്തെയും കേരളത്തിൻ്റെ മതനിരപേക്ഷ മതമൈത്രിയധിഷ്ഠിതമായ സാമൂഹ്യ ഘടനയെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ചയുണ്ടാക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ പ്രതിഫലിക്കപ്പെടുന്ന എല്ലാ സൂചനകളും. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സർവ
ടെലിവിഷൻ ചാനലുകളും നടത്തിയിട്ടുള്ള സർവേകൾ പല മണ്ഡലങ്ങളും അവർ എടുത്തു പരിശോധിച്ചപ്പോൾ നിലവിലുള്ള MLA മാർ തന്നെ ജയിച്ചു വരാനുള്ള സാധ്യത അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പഠിച്ച പണി 18 നോക്കിയാലും രഹസ്യവും പരസ്യവുമായിട്ട് ഹിന്ദു രാഷ്ട്രവാദികളും മുസ്ലിം മതരാഷ്ട്രവാദികളുമായി സഖ്യമുണ്ടാക്കിയാലും UDF-ന് രക്ഷപ്പെടാനാവില്ല. ആ ഒരു സാഹചര്യത്തിൻ്റെ പരിഭ്രാന്തിയിൽ നിന്നാണ് വൃത്തികെട്ട നുണകൾ ഇടതുപക്ഷവും BJP-യുമായിട്ട് രഹസ്യബന്ധമുണ്ട് എന്ന ഒരടിസ്ഥാനവുമില്ലാത്ത കഥകൾ കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ ബന്ധവും സ്വാധീനവും ഒക്കെയുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയായിട്ടുള്ള മുസ്ലിം നാമധാരി റസാക്ക് രംഗത്ത് വന്നതോടുകൂടിയാണ് VD സതീശൻ വളരെ പ്രകോപിതനായത്. സതീശൻ അവിടെ ജയിക്കാൻ വേണ്ടി നിർത്തിയതാരാണ്? പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അരസംഖിയാണ് പിഷാരടി എന്നാണ്. അരസംഖി എന്ന് വിളിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ മുഴുസംഖ്യയുടേതാണ്. പലസ്തീൻ പ്രശ്നം ഉൾപ്പെടെ നമ്മുടെ ലോകം നേരിടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും സൈനിസത്തിൻ്റെയും ഭീകരമായ വംശീയമായ ആക്രമണങ്ങളെ സംഘപരിവാർ നിലപാടിൽ നിന്നുകൊണ്ട് സമീപിക്കുന്ന ആളാണ് മിസ്റ്റർ പിഷാരടി. പാലസ്തീൻ പ്രശ്നത്തിലൊന്നും നമ്മൾ പ്രതിഷേധിക്കാൻ പാടില്ലെന്ന സംഘികളുടെ നിലപാടുള്ള ആളാണ്. എന്ന് മാത്രമല്ല, മോഡിയെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ പോയിട്ട് അതിനെ വാഴ്ത്തിക്കൊണ്ട് കമൻ്റ് ഇട്ട ആളാണ് മിസ്റ്റർ പിഷാരടി. ആ പിഷാരടി സംഘപരിവാറിൻ്റെ RSS-ൻ്റെ വോട്ട് കൂടി പ്രതീക്ഷിച്ചാണ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. പക്ഷേ മതനിരപേക്ഷ വോട്ടുകളാകെ സമാഹരിക്കാൻ കഴിയുന്ന, ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ തനിക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ രംഗത്ത് വന്നതോടുകൂടി സതീശന് പരിഭ്രാന്തിയായി. ആ പരിഭ്രാന്തിയിൽ നിന്നാണ് ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരു യുക്തിയുമില്ലാത്ത ആരോപണം സതീശനും കൂട്ടരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. RSS ശാഖക്ക് കാവൽ നിന്ന ഭൂതകാലത്തിൽ അഭിമാന വിജൃംഭിതനാവുന്ന കോൺഗ്രസ് നേതാക്കളുള്ള, KPCC-യുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന കോൺഗ്രസ് നേതാക്കളുള്ള, K. സുധാകരനെ പോലുള്ള ആളുകളുള്ള ഒരു നാടാണ് കേരളം. സതീശനും സുധാകരനും ഒക്കെ നയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇവർക്കെല്ലാം പരസ്യമായ, രഹസ്യമൊന്നും പറയണ്ട, പരസ്യമായ RSS ബന്ധമുണ്ട്, BJP ബന്ധമുണ്ട്. ഇവരെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ആരെയാണ്? പഴയ ബൻവാരിലാൽ പുരോഹിത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെയാണ്. 1977 നമ്മുടെ രാജ്യത്ത് ഭരിച്ചത് ജനതാ പാർട്ടിയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിതരമായൊരു സർക്കാർ ഉണ്ടായി. ആ സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് RSS-കാരെ കൂട്ടുപിടിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. എന്താ കാര്യം? RSS-ൽ അംഗത്വമുള്ള ആളുകൾ ജനതാ പാർട്ടിയിലുണ്ടായിരുന്നു. അവർ മൊറാർജി ദേശായി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. RSS അംഗങ്ങളായ മൊറാർജി ദേശായി മന്ത്രിസഭയിൽ അംഗങ്ങൾ RSS-ന്റെ അജണ്ടയിൽ നിന്ന് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇടപെടാനുള്ള നീക്കം നടത്തിയപ്പോഴാണ് മധുരിമായെപ്പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ, ആ സർക്കാരിൽ പങ്കാളിയല്ലെങ്കിലും അതിന് പിന്തുണ കൊടുത്ത CPM-നെ പോലുള്ള ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായി രംഗത്ത് വന്നത്. ജനതാ പാർട്ടി സർക്കാരിൽ RSS-കാർ അംഗമാകാൻ പാടില്ല, ദയാംഗത്വം, ഇരട്ട അംഗത്വം അനുവദിക്കാൻ പാടില്ല. ആ ദയാംഗത്വ പ്രശ്നത്തെ തുടർന്ന് ജനതാ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായി. RSS നേതൃത്വം ജനതാ സർക്കാരിനെ അട്ടിമറിക്കാനായി ഇന്ദിരാഗാന്ധിയുമായി സന്ധി ചെയ്തു. അങ്ങനെയാണ് 80-ൽ കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്ന RSS-ന്റെ കൂടി സഹായത്തോടു കൂടിയാണ്. 80-കൾക്ക് ശേഷം രാജ്യത്ത് നടന്ന സംസ്ഥാനങ്ങളിൽ RSS-ന്റെ മുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടി BJP ഉണ്ടായിട്ടും RSS പരസ്യമായി തന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. ജമ്മു കാശ്മീർ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം RSS കോൺഗ്രസിന് പരസ്യമായ പിന്തുണ കൊടുത്തു. റഷീദ് കിത്വായിയുടെ ആ കാലഘട്ടത്തെ ചരിത്രത്തെ വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുക. ആ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 80-കളിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നതും 84-ൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം
രാജീവ് ഗാന്ധി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നതുമായ ഇന്ത്യയിലെ ആ രാഷ്ട്രീയ സാഹചര്യത്തെ, അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന പുസ്തകമാണ്. ആ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ദിരാവധത്തെ തുടർന്നുണ്ടായ വൈകാരികതയല്ല, സഹതാപ തരംഗം മാത്രമല്ല രാജീവ് ഗാന്ധി അധികാരത്തിലെത്തിച്ചത്. മറിച്ച് RSS എന്ന് പറയുന്ന സംഘടന കോൺഗ്രസിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തു. ഇന്ദിരാവധത്തിന് ശേഷം രാജീവ് ഗാന്ധി നേരിട്ട് അന്നത്തെ RSSന്റെ തലവനായിരുന്ന സർസംഘ് ചാലക്കായിരുന്ന മിസ്റ്റർ ദേവറസിനെ, ബാലാസാഹിബ് ദേവറസിനെ രഹസ്യമായി ചെന്ന് കണ്ടതും ചർച്ച നടത്തിയതുമായിട്ടുള്ള വിവരങ്ങൾ റഷീദ് കിത്വായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനെ തുടർന്ന് 5-6 രഹസ്യയോഗങ്ങൾ അരുൺ സിംഗിനെ പോലുള്ള രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തുക്കളും ഉപദേശകരുമായ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നതും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ BJPയെ വിട്ട് പരസ്യമായി RSS 84 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നു. ഈ രഹസ്യ കൂടിക്കാഴ്ചകളിൽ RSS നേതൃത്വം, ബാലാസാഹിബ് ദേവറസ് ഉൾപ്പെടെയുള്ള RSS നേതൃത്വം രാജീവ് ഗാന്ധിയുടെ മുമ്പിൽ വെച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ട, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ആവശ്യമായ സഹായം, അനുമതി ഉണ്ടാവണം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ. അങ്ങനെയാണ് രാമായണ സീരിയൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നത്. അങ്ങനെയാണ് ശിലാന്യാസത്തിന് സംഘപരിവാറിന് അനുമതി കൊടുക്കുന്നത്. ഈ സൗകര്യങ്ങളെയും സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് 1987 ആകുമ്പോഴേക്കും 84-ൽ ഇന്ത്യയുടെ പാർലമെന്റിൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന, 84-ലെ തെരഞ്ഞെടുപ്പിൽ 7% വോട്ട് ഷെയർ മാത്രമുണ്ടായിരുന്ന BJP എന്ന് പറയുന്ന കക്ഷി ഹിന്ദു പുനരുദ്ധാരണത്തിന് കോൺഗ്രസ് ഗവൺമെന്റ്, രാജീവ് ഗാന്ധി ഗവൺമെന്റ് ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ടതും 87-ൽ പാർലമെന്റിൽ 85 സീറ്റുള്ള കക്ഷിയായി ഉയർന്നതും. ഇന്നത്തെ തരത്തിൽ BJPക്ക് രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിയുന്നതിൽ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളായ ഉന്നതരായ പല ആളുകളും, മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, PCC അധ്യക്ഷന്മാർ എല്ലാം കൂട്ടത്തോടെ BJPയിലേക്ക് ചേരുകയും കോൺഗ്രസിന് പകരം ഇന്ത്യ ഭരിക്കാവുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലക്ക് BJP വളരുകയും മാറുകയും ചെയ്തു. BJP ഇന്നത്തെ തരത്തിൽ വളർത്തുന്നതിൽ, പാർലമെന്റിൽ അംഗത്വം കൂട്ടുന്നത് തൊട്ട് സംഘടനാപരമായി രാജ്യത്തിൻ്റെ വിശാല ഭൂപ്രദേശങ്ങളിൽ BJPക്ക് വേരോട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പഴയ കോൺഗ്രസ് നേതാക്കളാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. രാജ്യത്തെ വർഗീയവൽക്കരിക്കുകയും രാജ്യത്തിൻ്റെ ആത്മാവിന് തീക്കൊടുത്തുകയും ചെയ്ത RSSനെ, ഹിന്ദുത്വ ശക്തികളെ ഈ രാജ്യത്ത് ഇന്നത്തെ രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ കോൺഗ്രസിനുള്ള അപരാധപൂർണമായ പങ്കിനെ ചരിത്രബോധമുള്ള ഒരാൾക്കും മറച്ചു വെക്കാനാവില്ല, ഒരാൾക്കും കാണാതിരിക്കാനുമാവില്ല. ഇതെല്ലാം ഉള്ളപ്പോഴാണ് കേരളത്തിൽ വന്നിട്ട് RSSുമായിട്ട് പിണറായി വിജയൻ രഹസ്യബന്ധമുണ്ട് എന്ന് പറയുന്നത്. 1960-ൽ മാത്രമല്ല, 91-ൽ ബേപ്പൂരും വടകരയിലും കോലീബി പരീക്ഷിക്കപ്പെട്ടില്ലേ? നേമത്ത് കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? കോൺഗ്രസ് വോട്ട് O രാജഗോപാലിന് ചെന്ന് ചേർന്നപ്പോഴല്ലേ? എന്തിന് 2011 നേമത്തിന് ശേഷം പാർലമെന്റിൽ ഈ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? 2024-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 86,000-ൽ പരം വോട്ടുകളാണ് UDFന്റെ വോട്ട്, കോൺഗ്രസിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. അങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസ് BJP ബന്ധത്തിൻ്റെ, RSS കോൺഗ്രസ് ബന്ധത്തിൻ്റെ കുറ്റകരമായ, അങ്ങേയറ്റ അപരാധപൂർണമായ നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിനും നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തിനും വെല്ലുവിളി ഉയർത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ചരിത്രപരമായി തന്നെ ഇവിടെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അത് ഒളിഞ്ഞും തെളിഞ്ഞും പല മണ്ഡലങ്ങളിലുമുണ്ട്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും അതുണ്ടായിരുന്നു. ഇതൊക്കെ മറച്ചു വെക്കാനുള്ള, ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷവാദികളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കനകലൂ തന്ത്രം എന്ന നിലക്കാണ് സതീശനും കൂട്ടാളികളുമൊക്കെ ഇപ്പോൾ BJP CPM ഡീലുണ്ട് എന്ന് നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ചരിത്രബോധത്തെയും രാഷ്ട്രീയത്തിലെ ഈ സമകാലീനമായ സംഭവങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും BJPയും തമ്മിലാണ് ബന്ധമെന്നതാണ് വസ്തുത. ആ സത്യകരമായ വസ്തുതയെ മറച്ചുവെക്കാനുള്ള ഈ സത്യാനന്തര കാലത്തെ പ്രചാരണ വേലകളെ, പ്രൊപ്പഗൻഡ വാറിനെ നമ്മളെല്ലാം തിരിച്ചറിയണം എന്നാണ് പറയാൻ.